അർജുൻ കല്യാടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അർജുൻ, നേതാക്കൾ ഇക്കാര്യത്തിൽ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. ഇത് തുറന്ന മനസ്സോടെ കാണുന്നു. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളോട് കാതുകൊത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ഇടത് സൈബർ അണികൾക്ക് ഈ വിമർശനം മനസ്സിലായിട്ടില്ല അല്ലേ? രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ ഒരു ശത്രുവിനോടെന്ന പോലെയാണ് പ്രതികരണങ്ങളൊക്കെ വരുന്നത്. ഇന്നിപ്പോൾ സച്ചിദാനന്ദനും ആ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിമർശനങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ഒരു തിരുത്തലിനുള്ള വഴി കൂടിയായി മാറുകയാണല്ലേ? വിനീത, തീർച്ചയായിട്ടും LDF-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ കക്ഷികൾ, അതിലൊന്ന് CPI ആയിക്കോട്ടെ, CPIM ആയിക്കോട്ടെ, ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമര സംഘടനാ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അത് പിന്നീട് ഭരണത്തിലേക്ക്, അതായത് സമര സംഘടനാ പ്രവർത്തനം ഭരണത്തിന്, സമരവും ഭരണവും രണ്ടും രണ്ട് രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. എന്തായാലും ഈ വിമർശനം വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ നേതാക്കളെല്ലാം തന്നെ സ്വീകരിക്കുന്നത്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ സ്വാഭാവികമായും ഒരു മുന്നണി തന്നെ തുടർച്ചയായി 2 തവണ അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായി വരാൻ സാധ്യതയുള്ള അപജയങ്ങളുണ്ട്. അത് എല്ലാ നേതാക്കളും നേരത്തെ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തോൽവിയുടെ ഒരു പശ്ചാത്തലം ഈ ഒരു വിമർശനത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആ വിമർശനത്തിൻ്റെ ഭാഗമായി പിന്നീട്, തോൽവിയുടെയൊക്കെ ഭാഗമായി പിന്നീട് ഗൃഹസന്ദർശനം പാർട്ടി നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സമയത്തും പാർട്ടിയും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം തന്നെ ഈ ജനങ്ങളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടത് എവിടെയാണ് പോരായ്മ സംഭവിച്ചത്, അതായത് എവിടെയാണ് ഈ തുടർ ഭരണത്തിനിടയിൽ ജനങ്ങൾക്ക് വികസനം അവർക്ക് പ്രത്യക്ഷ ഉദാഹരണമായി തന്നെ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ എന്നിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് എന്താണ് എന്നുള്ള കാര്യം ജനങ്ങളോട് ചോദിക്കാനാണ് പാർട്ടി നേതാക്കൾ താഴെത്തട്ടിലുള്ളവർക്കൊക്കെ നിർദ്ദേശം നൽകിയത്. പറയാനല്ല പോകുന്നത്, കേൾക്കാനാണ് എന്നുള്ളതാണ് ആ സമയത്ത് എല്ലാ കീഴ്ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിമർശനത്തെയും അങ്ങനെ തന്നെ കാണണം എന്നുള്ളതാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. പക്ഷേ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൈബർ അണികൾക്ക് എല്ലാ കാലത്തും എല്ലാ പാർട്ടികൾക്കും സൈബർ അണികൾ ഒരു തലവേദനയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു തലവേദനയായി തന്നെ അത് മാറുകയാണ്. ആ അണികൾക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല. അവർ സച്ചിദാനന്ദൻ മാഷെ അതിരൂക്ഷമായ രീതിയിൽ തന്നെ തിരിച്ചും ആക്രമിക്കുന്ന രീതിയാണ് കാണുന്നത്. അത് സച്ചിദാനന്ദൻ മാഷെ പ്രകോപിപ്പിക്കാൻ മാത്രമേ ഗുണകരമാവൂ എന്നുള്ളത് പാർട്ടി നേതാക്കൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോൾ CPM നേതാക്കളൊക്കെ സച്ചിദാനന്ദൻ മാഷിന്റെ വീട്ടിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നേതാക്കളുടെ പ്രതികരണം വരുന്നത് ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, അതിന് നേരെ കാത് പൊത്തില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുകയും ചെയ്യുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകി.